കൊച്ചി വൈറ്റിലയിലെ പാതിരാ കൊലപാതകമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. വാക്ക് തർക്കത്തിനിടെ ആൺസുഹൃത്ത് ഷാജിയുടെ ഫോൺ സുധ എടുത്തെറിഞ്ഞതിലുള്ള പ്രകോപനം. യുവതിയുടെ മുഖത്തും കണ്ണിലും മുഷ്ടി ചുരുട്ടി അയാൾ പിന്നീട് ആഞ്ഞടിക്കുന്നു. കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് ക്രൂരമായ മർദ്ദനം, പിന്നീട് ചോര വാർന്നുള്ള മരണം. കോട്ടയം ചിങ്ങവനം സ്വദേശിനി സുധാ ബേബിയുടെ കൊലപാതകം ആസൂത്രിതമല്ലെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബജീവിതം തകർക്കുമെന്ന് സുധ പറഞ്ഞതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് വൈറ്റില പൊന്നുരുന്നി സ്വദേശിയായിട്ടുള്ള ഷാജി പോലീസിനോട് വെളിപ്പെടുത്തി. തെളിവെടുപ്പിനിടെയാണ് ഇക്കാര്യങ്ങൾ പ്രതി തുറന്നു പറയുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ കൊലപാതകത്തിൽ, സുധയുടെ കൊലപാതകത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. തൻ്റെ കുടുംബജീവിതം തകർക്കുമോ, സുധ പെൺസുഹൃത്ത് തകർക്കുമോ എന്നാണ് അയാൾ ആശങ്കപ്പെട്ടു. അതേ തുടർന്നുള്ള പ്രകോപനം, ഇത് ആസൂത്രിതമല്ല, പെട്ടെന്നുള്ളൊരു പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണോ പോലീസിൻ്റെ കണ്ടെത്തൽ? ടോം, ഇതിൽ പോലീസ് പറയുന്നത് ആ രീതിയിലാണ്. കാരണം ഇന്ന് ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി പ്രതി ഷാജി മുത്ത DCPയുടെ നേതൃത്വത്തിൽ, DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് സംഘം എത്തിയിരുന്നു. അവിടെ വെച്ച് ഇയാൾ പോലീസിനോട് ഇതിൽ പറഞ്ഞിരിക്കുന്ന നേരത്തെ നൽകിയ മൊഴി, അതോടൊപ്പം തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് സംഘം എത്തിയത് തെളിവെടുപ്പിൻ്റെ ഭാഗം. ഇതിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇയാൾ ഈ യുവതി പലതവണയായിട്ട് ഇയാളുടെ ഒരു കുടുംബജീവിതം തകർക്കുമെന്നുള്ള രീതിയിലെല്ലാം തന്നെ ഒരു ഭീഷണിയെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല അവിടേക്ക് വന്നത്. അവിടെ അവർ നേരത്തെ ഭക്ഷണം കഴിച്ച് പിന്നീട് അവിടേക്ക് വരികയായിരുന്നു, കാറിൽ വന്നിറങ്ങുകയായിരുന്നു. ഈ സ്ഥലത്ത് ഇതിനു മുൻപും ഇവർ പലതവണ വന്നിട്ടുള്ളതായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ഒരു മീറ്റ് പ്ലേസ് പോലെയായിരുന്നു. മാസത്തിൽ 2 or 3 തവണ അവർ കാണുന്നത് പതിവായിരുന്നു. ഇങ്ങനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തത്. ഇതിനു ശേഷം ഇവിടെ വെച്ച ചില കാര്യങ്ങൾ സംബന്ധിച്ച് അവർ തമ്മിലുള്ളൊരു വാക്ക് തർക്കമുണ്ടായി. ഇതിനിടയിലാണ് ഈ പ്രകോപനമുണ്ടായതിനെ തുടർന്ന് ഈ തല്ലുകൂടലും കാര്യങ്ങളുമായി നീങ്ങിയപ്പോൾ അടുത്തുള്ള ആളുകൾ, തൊട്ട് അപ്പുറത്തുണ്ടായിരുന്നവർ ഇവരെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നി. ഈ സ്ത്രീയുടെ ശബ്ദം ഉയർന്നു തുടങ്ങിയപ്പോഴേക്കും ഇയാൾ വാ പൊത്തിപ്പിടിച്ചു. പിന്നീട് അതും ഒരു പ്രകോപനമായിരുന്നു. ഫോൺ വലിച്ചെറിയുന്നു. അത് വീണ്ടും വിഷയത്തിലേക്ക് മാറുന്നു. ആ സമയത്താണ് ഇയാൾ മർദ്ദിക്കുന്നത്, അടിക്കുന്നത്. പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. അവർ താഴെ വീഴുന്നു. ഇതിൽ മുഖത്ത് വലിയ രീതിയിൽ തന്നെ ഇടിച്ച് പരിക്കുണ്ടാക്കുന്നു. തുടർന്ന് മൃതപ്രായമാകുന്നു. അപ്പോൾ പിന്നീട് ഇയാൾ നടത്തിയ മർദ്ദനത്തിൽ ഇവർ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷമാണ് ഇവർ റെയിൽവേ ട്രാക്കിലേക്ക് ഈ ശരീരം മാറ്റുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി അയാൾ പറയുന്നുണ്ട്. കാരണം ഇവർ പലപ്പോഴായിട്ട് ഈ ആത്മഹത്യ ചെയ്യും, ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കുന്ന ഒരു സ്വഭാവത്തിൽപ്പെടുന്നത്. അത് ഈ ഷാജിയോട് മാത്രമല്ല, പൊതുവിൽ അവരുടെ ഒരു മാനസിക നില സംബന്ധിയായ കാര്യങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോഴെല്ലാം ഇവർ ആ രീതിയിലെല്ലാം സംസാരിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി ഈ സമയത്ത് മുതലെടുക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇയാൾ റെയിൽവേ ട്രാക്കിലേക്ക് ഇവരുടെ ശരീരം നീക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രെയിൻ സാധാരണ വന്നു പോകുന്ന ഒരിടമായതുകൊണ്ട് തന്നെ പിന്നീട് അതൊരു ആത്മഹത്യ എന്ന രീതിയിലേക്കെല്ലാം മാറിപ്പോകുമെന്നത് കരുതുന്നു. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ ടെസ്റ്റ് ഉണ്ടാകുന്നത്. കാരണം ഇയാൾ മാറ്റിയിട്ട ട്രാക്ക് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അതായിരിക്കാമല്ലേ പിഴച്ചത് ഡാനി. കാരണം ഇങ്ങനെ പതിവായി ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന വ്യക്തിയാണ് സുധയെന്ന് പറയുന്നുണ്ട്. ഇത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ട്, അതായത് പെൺസുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എവിടെയായിരിക്കും ഇയാൾക്ക് പിഴച്ചതെന്ന് അറിയണം. മാത്രമല്ല, ഇത്രയധികം പ്രായവ്യത്യാസമുള്ളവർ, ഒരു 17 വയസ്സ് പ്രായവ്യത്യാസമുള്ളവർ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത്? ഇരുവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? പതിവായി കൊച്ചിയിലവർ എത്താറുണ്ടായിരുന്നോ? എന്തിനാണ് വൈറ്റിലിൽ ആ രാത്രിയിൽ എത്തിയത്? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം തുടങ്ങുന്നത് ഈ സുധയുടെ അമ്മ അശ്വതി ഹൈക്കോടതി ജീവനക്കാരിയായിരുന്നു. ഇയാൾ ഷാജിയും ഹൈക്കോടതി മുൻ ജീവനക്കാരനാണ്. ഇവിടെ വെച്ച് അവർ തമ്മിലുണ്ടായ പരിചയത്തിലൂടെയാണ് സുധയെ പരിചയപ്പെടുന്നത്. അവർ
വിവാഹമോചനം നേടിയ ഒരു സ്ത്രീയാണ് സുധ. പിന്നീട് ഇവരുടെ ഒരു കുടുംബകാര്യങ്ങളിലടക്കം ഉള്ള ഒരു ഇടപെടലിലേക്ക് വന്നു. ഇവർ തമ്മിൽ ഒരു അടുപ്പം അത് വളരുകയും ചെയ്തു. തുടർന്ന് ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിലാവുകയും അത് തുടർന്നു കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനിടയിൽ ഇവർ പലതവണ കാണുകയും 2-3 തവണ മാസത്തിൽ കാണാറുണ്ടായിരുന്നു എന്നതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് പോയി സംസാരിച്ചിരിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് സമയം ചെലവഴിക്കാവുന്ന ഇടങ്ങളുണ്ടായിരുന്നു നഗരത്തിൽ. അതിലൊന്നായിരുന്നു ഈ വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപമുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. പലപ്പോഴും അവരവിടെ വന്ന് സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില ഈ ബന്ധങ്ങളാണ് പിന്നീട് വലിയ സംസാരത്തിലേക്ക് വരുന്നു. കുടുംബം തകരും എന്ന രീതിയിലേക്കെല്ലാം തന്നെ ഷാജിയുടെ കാര്യത്തിൽ വരുന്നു. ഷാജിയുടെ കുടുംബത്തിന് ഈ ഒരു ബന്ധം ഭീഷണിയാവുന്നു എന്നൊരു തോന്നലിലേക്കും ഷാജി എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം അസ്വാരസ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇയാൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അത് ഭക്ഷണശേഷം സംസാരിച്ച് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് പിന്നീട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇവിടെ ഇതിൽ പിടിക്കപ്പെടുന്നു എന്ന രീതിയിലേക്ക് വരുന്നത് ഈ മൃതദേഹം അത് ട്രെയിൻ കയറാതെ പോകുന്നതിനിടയിലാണ്. സമീപത്ത് കൂടി പോയ റെയിൽവേ ഒരു ജീവനക്കാരനാണ്, ട്രെയിനിലെ ജീവനക്കാരനാണ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് പോലെ വളരെ പെട്ടെന്ന് പോലീസ് ഒരു നടപടികളിലേക്കെല്ലാം എത്തുന്നു. അതിനാവശ്യമായ ഒരു തെളിവുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവർ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ സ്ക്രീൻ ലോക്ക് ആയിരുന്നുവെങ്കിലും അതിൻ്റെ സിം മറ്റൊരു ഫോണിലേക്ക് മാറ്റിയത് ആരെയാണ് അവസാനം വിളിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. വളരെ പെട്ടെന്ന് ഇവരാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചു. CCTV ദൃശ്യങ്ങളിൽ ആരാണ് ഇവിടേക്ക് ഒപ്പം ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി. അങ്ങനെ വളരെ എളുപ്പം ഈ പ്രതിയിലേക്ക് ചെന്നു. ഷാജി കുറ്റം നിഷേധിക്കുന്നില്ല, അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴെല്ലാം അക്ഷോഭ്യനായി നിന്നുകൊണ്ട് തന്നെ അയാൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്നും ഇത് സംഭവിച്ചു പോയതാണ് എന്നതാണ് പോലീസിനോട് അയാൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. കരുതിക്കൂട്ടി അന്ന് വിളിച്ചു വരുത്തി കൊല ചെയ്തതല്ല. ഈ സംസാരം പ്രകോപനമായപ്പോൾ അത് മർദ്ദനത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിന് തുടർച്ചയായി ഇടിക്കുന്നു. ഇങ്ങനെയാണ് അവർക്ക് വലിയ രീതിയിൽ ഗുരുതരമായ മുറിവുകളും കാര്യങ്ങളും ഉണ്ടായി അവർ മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അതൊരു ആത്മഹത്യയാക്കി എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തെളിവെടുപ്പ് പൂർത്തിയായല്ലോ. ഇനി എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി? തെളിവുകൾ പൂർണ്ണമായി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇയാൾ ഈ കുറ്റസമ്മത മൊഴിയുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് പോലീസിനോട് പറഞ്ഞു. മറ്റ് ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നത് പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നു. ആവശ്യമെങ്കിൽ വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാം എന്ന രീതിയിലാണ് പോലീസുള്ളത്. നിലവിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യമില്ല എന്ന് പോലീസ് തന്നെ പറയുന്നു. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. നിലവിൽ ലഭ്യമായ തെളിവുകൾ ഇതിന് ഇയാളുടെ മൊഴിക്ക് അനുസൃതമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിലവിൽ ഈ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യപ്പെടുകയുമാണ് ഒരു നടപടി എന്ന രീതിയിൽ ഉണ്ടാവുക. അത് ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം സ്വദേശിനി സുധയുടേത് ആസൂത്രിത കൊലപാതകമല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനമാണ്, വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.